ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ പക്വത ഇല്ലായ്മയാണ് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയായതെന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃത്വം. UDF എന്നാൽ ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്നും ലീഗ് നേതൃത്വം UDF-ൽ ഉറച്ചു നിൽക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിനെ തുടർന്ന് DCC പ്രസിഡന്റ് ജില്ലാ ലീഗ് നേതൃത്വത്തെ കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് CP മാത്യുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലീഗ് നേതൃത്വം രംഗത്ത് എത്തിയിരിക്കുന്നത്. ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ പക്വത ഇല്ലായ്മയാണ് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയായതെന്നും UDF എന്നാൽ ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്നും ലീഗ് നേതൃത്വം UDF-ൽ ഉറച്ചു നിൽക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 78 കൊല്ലത്തെ ചരിത്രം ലീഗിനുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഞങ്ങളും UDF തമ്മിലുള്ള ബന്ധം 5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ വിട്ടുപോകുമ്പോഴും ആരൊക്കെ തിരിച്ചു വരുമ്പോഴും ഒക്കെ മുസ്ലിം ലീഗിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഐഡന്റിറ്റി, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ പാർട്ടി, ഇന്ത്യ ഭരിക്കേണ്ട പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം കൂടി അതിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയുടെ പ്രതിനിധികളിലേക്ക് ഞങ്ങൾ മുസ്ലിം ലീഗ് ഈ മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുണ്ട്. ആര് നിന്നിട്ടുണ്ട് കോൺഗ്രസിനോടൊപ്പം? ഇതുപോലെ പരാജയത്തിലും കോൺഗ്രസിന്റെ വളർച്ചയിലും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഒരു സഹോദരനെ പോലെ എപ്പോഴും കൂട്ടുനിന്ന ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊക്കൽ കുടി ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതിനെ ഏതെങ്കിലും ആളുകൾ അർഹതയില്ലാതെ ഏതെങ്കിലും ചേർന്നിരുന്നു എന്നതുകൊണ്ട് അവരാരെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ട് അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത ലീഗിനില്ല. പക്വതയില്ലാതെ പെരുമാറിയതിന്റെ ഫലമാണ് മനസ്സോടെ ലീഗിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞങ്ങളുടെ മേൽ ക്രൂരമായി അടിയേറ്റപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രഹരം എന്നതിലേക്ക് മാത്രം LDF നോട്ട് ചെയ്യാൻ ജില്ലാ ലീഗ് നിർദ്ദേശം കൊടുത്തതാണ്. UDF-മായി ബന്ധം വിശേഷിച്ചില്ല. UDF-മായി ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് IUM-ലും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ദീർഘകാല എഗ്രിമെന്റാണ്. ഒരു മിനിമം പരിപാടിയിൽ യോജിപ്പാൻ, അതിനൊന്നും വിഘ്നസിപ്പിക്കാൻ ജില്ലാ ലീഗിന് കഴിയില്ല. ഇപ്പോഴും ഞങ്ങൾ UDF-ൽ ഉറച്ചു നിൽക്കുന്നു. അത് ആരുടെയും തറവാട് സ്വത്തല്ല, ഞങ്ങളുടെ അടക്കമാണ് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയുക. ആരോടാണ് ഈ വെല്ലുവിളി? ഈ ജില്ലയിൽ ഈ കോൺഗ്രസിനെ UDF-നെ നിലനിർത്തേണ്ട ബാധ്യത ആർക്കാണ്? മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട് ചേർന്നിരിക്കുന്ന ആളടക്കമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സാധാരണ 10,000-കണക്കിന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രവർത്തകരുണ്ട്. അവരോടൊന്നും ഞങ്ങൾ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. അവരെല്ലാം ഇത് ഞങ്ങളോട് ചെയ്യാൻ പോണില്ല. മാന്യതയില്ലാതെ മുസ്ലിം ലീഗിന് നേരെ വെല്ലുവിളി ഉയർത്തിയാൽ ആ വെല്ലുവിളി നിലനിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട KPCC അടക്കം, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇത് ഇടപെടും, പരിഹരിക്കും. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ KS സിയാദ്, TK നവാസ്, MA കരീം, AM ഹാരിദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, MD ന്യൂസ്. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure,
separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tiruvura.